തൃശ്ശൂർ പൂരത്തിന്റെ ഈ ഈണം പരിപാടിയിൽ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യമില്ല, ഞാൻ അങ്ങോട്ട് പോട്ടെ. അവിടെ വലിയൊരു ചോരുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ പഴയൊരു സിനിമ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ബാബു നമ്പൂതിരി എന്നാണ്. സത്യത്തിൽ ഇവിടെ ക്ലാസ്സിലെത്തണമെന്ന് കേട്ടപ്പാടെ എന്റെ കണക്ക് വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. ക്ലാസ്സിലൊക്കെ മടികൊണ്ടായിട്ടല്ല, നിങ്ങൾ നല്ലൂന്നുള്ള വെടികൊണ്ടാണ്. താങ്ക് യു. ഒരു ഷാർക്കിലായിരുന്നു. അടുത്തത് നല്ലൊരു കയ്യടി വേണം, എന്നാലും നമുക്ക് പരിപാടിയിൽ എന്തെങ്കിലും. വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ മാനം നൽകിയ NF വർഗീസ്, ആ കാലഘട്ടത്തിലെ NF വർഗീസ്. നെയ്യാകെ വളർന്നു പോയിലൂടെ ഇന്നു മുതൽ പപ്പേച്ചിയുടെ മുറിയിൽ നിന്ന് രാധമുണ്ട്. രാത്രി അല്ലറ ചില്ലറ ബഹളം കൊടുക്കും. അതുകൊണ്ട് ഭയപ്പെടണ്ട. ഇത് ഞാൻ നിനക്ക് വേണ്ടി ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ ആണ്. നീ ആ കയ്യൊക്കെ പൊത്തിച്ച് ആയുസിന്റെ ഒക്കെ ഒരു ബലൂയി. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് പഴയ കാലഘട്ടത്തിലെ ശങ്കരാടി. ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ശങ്കരാടിയെ നിങ്ങൾക്ക് മുന്നിലൊന്ന് പരിചയപ്പെടുത്തുന്നു. വിഘടനവാദികളും പ്രകൃതിവാദികളും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായിരുന്നു. എന്താ പേര് പറഞ്ഞ ആളുകളോട് ആ കേസൊക്കെ മാറ്റി വെച്ചു. ക്ഷീരമുള്ളോരകടിന്റെ ചുവട്ടിലും ചോര തന്നെ കൊതുകിനെ കൗതുകം. അത്രയാണ്. അടുത്തതായി സലീം കുമാർ. അളിയ, ഇത് കവാപ്പ മുതലാളി, ഇത് ദാസപ്പ മുതലാളി. ഇവിടെയുള്ള എല്ലാ ബ്രാഹ്മണന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് ഗേറ്റിന്റെ പുറത്ത് ബിരിയാണി കൊടുക്കേണ്ടത്. ഇത് കേട്ടപ്പോഴത്തേനും ഇവിടെയുള്ള എല്ലാ ബ്രാഹ്മണന്മാരും ഗേറ്റോടെ പോയില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ഞാനും ഗേറ്റിന്റെ അടുത്ത് പോകട്ടെ. ചിലപ്പോ അവിടെ ബിരിയാണി മസാല. അടുത്തതായി MS തൃപ്പൂണിത്തറ. എങ്ങനെയാണ്? അവർക്കൊരു കുട്ടിയുണ്ട്. ഈ വ്യാപാരമൊക്കെ വന്ന് ഇങ്ങനെ കളവ് നടത്താൻ ടിക്കറ്റിനെല്ലാം പൈസ വേണ്ടോ? അത്ര തന്നെ. അടുത്തതായി ഉലക നായകൻ കമൽ ഹാസൻ. എങ്ങനെയാണ്? கண்மணி அன்போடு காதலன் நான் எழுதும் கருதமை. கண்மணி அன்போடு காதலன் நான் எழுதும் கருதமை. சொன்னபடி மக்கள் பண்ணாத எத்தனை பேர் இருக்கணும் அதைத்தான் நான் நிச்சயம் ஆச்சு. காலையில் தூக்கு போனது வந்தா பார்க்கணும், அவர் எங்க அப்படி ஆக்கணும், எல்லாமே சொல்லுது. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ UAE-യിലേക്ക് എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ഒരു വ്യവസായ പ്രമുഖനുണ്ട്, യൂസഫ് അലി സാർ. അദ്ദേഹത്തെ ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. യൂസഫ് അലി സാറ് നമ്മുടെ ഈ പ്രോഗ്രാമിനായിട്ട് വന്നിട്ട് ഒന്ന് പറയുന്ന ഒരു സംഭവം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ജീവിതത്തിൽ നിങ്ങൾക്ക് പഞ്ചായത്ത് അത്യാവശ്യം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കഥകളും എല്ലാം പറയാനുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീണ്ടു പോകും. അതുകൊണ്ട് He's working, my company, he's my staff. He's wearing diamond watch, I'm wearing normal watch.
താങ്ക് യു. അടുത്ത ഞങ്ങളൊരു ഗാനത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യണം. കാരണം ആർക്കും ഒരു ഉഷാറില്ല. അപ്പൊ ഒരു പാട്ട് പാടും. ദിനേശ് ചേട്ടാ ഓക്കെ അല്ലേ? ആയിരം കാവിൽ വേല കഴിഞ്ഞു ആവണി പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകന്നെ വരാ ചെല്ലപ്പൂ കൊള്ളുന്നു കൂടെ കൊണ്ടുവരണം അതിൽ പൂത്തി തേടും പൂങ്കാറ്റേ ആടി പാടാതെ പോരാമോ അല്ലേ എപ്പടി തീരത്ത് ചായുന്ന നറുപൂച്ചിട്ട ഞാനും മുളച്ചു കുമാരി പെയ്യുമ്പോൾ പാടും തീരത്ത് ചായുന്ന നറുപൂച്ചിട്ട ഞാനും മുളച്ചു കുമാരി പെയ്യുമ്പോൾ പാടും വെള്ളിയിലാവിൽ വെപ്പത്തെ ചൂട് ആരും മണിമാകൾ അല്ലികൾ പൂവി വെള്ളാരം പൂവുകൾ പാവി പൂവിഴി രാവിൽ പൂത്തി തീരും പൂങ്കാത്തേ പോരാമോ മറത്തെ മറവിൽ നിന്നും മാണിക്ക കല്ലിട്ടതായി മാണിക്യം കാണാതെ മറത്തെ മറവിൽ നിന്നും മാണിക്ക കല്ലിട്ടതായി മാണിക്യം കാണാതെ ചെന്നിരുന്നു